നിങ്ങൾക്ക് ശരിക്കും ചെഗുവേരയുടെ കഥ അറിയോ? അത്യാവശ്യം സമ്പത്തുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യനാണ് ചെഗുവേര. ചെഗുവേര ഒരു ദിവസം മോട്ടോർ ബൈക്ക് ഒരു റൈഡ് പോയി. അതാണ് മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഉണ്ട്. അതിന്റെ പേരിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അയാൾ അങ്ങനെ ക്യൂബയിലൂടെ യാത്ര ചെയ്തപ്പോൾ സമ്പത്തില്ലാത്ത ആൾക്കാരെയും അവരുടെ ജീവിതവും കണ്ടു. അപ്പോൾ ഇയാൾ നോക്കിയപ്പോൾ ക്യൂബയില് കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭയങ്കര ഇൻഇക്വാളിറ്റി ഉണ്ട്. അതായത് പൈസ ഇല്ലാത്തവനും പൈസ ഉള്ളവനും തമ്മിലുള്ള അന്തരവും വളരെ വലുതാണ്. പിന്നെ ക്യൂബയില് അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക കുറെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എല്ലാത്തിന്റെയും ഒരു ട്രിക്കിൾ ഡൗൺ ചെയ്തിട്ട് അവിടുത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതം വളരെ ദുസ്സഹമാണ്. ഏണസ്റ്റോ ചെഗുവേരയും പിന്നെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു റെവല്യൂഷൻ നയിക്കാൻ തീരുമാനിക്കുകയും ക്യൂബയില് ഗൊറില്ല യുദ്ധം എന്ന് പറഞ്ഞാൽ ഒളിപ്പോര് പോലെ ഒളിച്ചിരുന്നിട്ടുള്ള യുദ്ധങ്ങളും ഇപ്പൊ ഇവര് ജനങ്ങളോട് ചെയ്യുന്ന ക്രൂരത തന്നെ അതിന്റെ 10 ഇരട്ടി വളരെ സിവിലൈസ്ഡ് അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് ഇവരെ ഒഴിപ്പിക്കാൻ നോക്കി. അങ്ങനെ അവർ സക്സസ്ഫുൾ ആയി. ഈ ചെഗുവേരയുടെ പാർട്ട്ണറായിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ടെക്നിക്കലി പുള്ളിക്കായിരുന്നു ഈ മാർക്സിസ്റ്റ് ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി എക്സ്പീരിയൻസ് കൂടുതൽ. അയാള് അവിടുത്തെ മന്ത്രിയായി. പക്ഷെ ചെഗുവേരയ്ക്ക് ഈ പറയുന്ന സ്ഥാനമാനങ്ങളിൽ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അയാൾ വേറൊരു രാജ്യത്തേക്ക് പോയി, ബൊളീവിയയിലാന്ന് തോന്നുന്നു. അവിടെ വെച്ച് അയാളെ ക്യാപ്ചർ ചെയ്യുന്നു, അയാൾ കൊല്ലപ്പെടുന്നു.